അപ്പോഴേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അമ്മ ഇവിടെ നിന്ന് ചോറുണ്ടോണ്ടിരുന്നായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ചോറുണ്ണത് കാണിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇടാടി വാടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത്, ഞാൻ എൻ്റെ പഠിത്തമൊക്കെ തീർന്നു ഗൈസ്. അല്ല, ഐ മീൻ 9ാം ക്ലാസ്സിലെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി 10ിലോട്ടാണ്. എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയില്ല. മറ്റന്നാൾ മുതലുണ്ട്. ഇപ്പം ഞാൻ അവധിയാണ്. അമ്മ വേണ്ട ഇന്ന് ഈ വീട്ടിലെ കറിയൊന്നുമില്ല. കറിയുണ്ട്, എനിക്ക് വേണ്ടെങ്കിട്ടാ. കള്ളതേ പറഞ്ഞുണ്ടല്ലോ. അമ്മ പറയേ എന്താ ഇന്ന് അമ്മ കറി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുട്ടയും പൊരിച്ചെന്ന് ഈ ചമ്മന്തി പൊടി തന്നിട്ട് പറഞ്ഞു. കണ്ടോ കാച്ച കള്ളി. എന്റെ ഡ്രൈവറാണ് ഈ കാലാവസ്ഥയ്ക്ക് ചമ്മന്തിപ്പൊടി വയ്ക്കാൻ പ്രത്യേക സുഖമായതുകൊണ്ട് ഇത് മാത്രമേ എന്റെ കൈ 2 ആഴ്ച കൊണ്ട് ഈ കാലാവസ്ഥയുടെ 2 ആഴ്ച കൊണ്ട് ചമ്മന്തിപ്പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ല, നല്ല രസമുണ്ട്. തേങ്ങ വറുത്ത് വെച്ചിരിക്കണം, തീരണ്ടേ. ചമ്മന്തിപ്പൊടി ആകുമ്പോ എല്ലാരും കഴിച്ചോളൂ. ഇതൊക്കെ പുളിയാക്കി കഴിഞ്ഞാൽ എല്ലാരും കഴിക്കത്തില്ല. ഞാൻ 4 മണിക്കാണ് കൈ സ്റ്റോറിനുള്ളത്. 4 മണി കഴിഞ്ഞു. അമ്മ അവളുമാരൊക്കെ എപ്പോഴേ കഴിച്ചു. ഞാൻ കുടുംബശ്രീക്ക് കേട്ടോ 4 മണിക്കാ കഴിക്കുന്നത് കേട്ടോ. രാവിലെ പുട്ടായിരുന്നു, വിശന്നില്ല. ഞങ്ങൾക്ക് എവിടെ കൂട്ടൊന്നുമല്ലായിരുന്നു. ഞങ്ങൾ മാഗി എന്തുന്നത്. അപ്പൊ അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ല, ലച്ചുവിന്റെ 9ാം ക്ലാസ്സിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ സ്കൂളിൽ പോകുന്നത് 10ാം ക്ലാസ്സിൽ ഇരിക്കാനാണ്. 10ാം ക്ലാസ് അല്ല, ചൊവ്വാഴ്ച മുതൽ പരീക്ഷ പിന്നെ തുടങ്ങുക. മെയിൻ പരീക്ഷ തുടങ്ങുക. പിന്നെ കുറച്ച് ദിവസം വെക്കേഷൻ. പിന്നെ ഫെബ്രുവരി ലാസ്റ്റോടെ 10ാം ക്ലാസ് തുടങ്ങും, ഇല്ലയോ? മാർച്ചിലായിരിക്കും മിക്കവാറും. പിന്നെ കുറച്ച് ദിവസം വെക്കേഷൻ. പിന്നെ എനിക്ക് വെക്കേഷൻ ഉള്ള സമയത്താണ് അച്ഛൻ വരുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കാൻ പറ്റും. ഇനി ഫ്രീ ആവും. 10ാം ക്ലാസ് ഒരു നിമിഷം ഫ്രീ ഇല്ല. 10ലാന്ന് ഓർമ്മിപ്പിക്കരുത്. ആശ്മിക്ക് പക്ഷേ മാർച്ചിലൊക്കെ ആയിരിക്കും എക്സാം. അവിടെ ആണല്ലേ. അവർക്കും ചൊവ്വാഴ്ച എക്സാം ആവും, ഓരോ ചാപ്റ്റർ വെച്ചിട്ടുള്ള. അവർക്ക് പീരിയോഡിക് ടെസ്റ്റ് 9th, 8th, 11th. തിന്നോളുമാർ എന്റെ ചമ്മന്തിപ്പൊടി ഇട്ട് ഒട്ടും ചോറ് വേണ്ടാത്തവർ 2ാമത്തെ ട്രിപ്പാ തിന്നുന്ന കേട്ടോ. എനിക്കറിയാമല്ലോ, വേറെ എന്ത് കൂട്ടാൻ വെച്ചാലും ഇതുപോലെ ഭക്ഷണം ഇവിടെ ആരും കഴിക്കത്തില്ല. നല്ല ഇഷ്ടം പോലെ മുട്ട ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ മുട്ട ഇരിപ്പുണ്ട്. ഇത് ചുമ്മാ മുട്ടയും തീരണം. അതുകൊണ്ട് എനിക്ക് അമ്മ വെക്കുന്ന ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടം. ഞാൻ ചുമ്മാ കാലം വഴുത്തുന്നു. മുട്ട ഒത്തിരി മുട്ട ഇരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഒരു 10-30 മുട്ട മേളിൽ ഇരിപ്പുണ്ട്. നല്ല കുഞ്ഞ് നാടൻ മുട്ട. നമ്മള് എന്നും അങ്ങ് മീൻ കഴിച്ചാലോ. അപ്പം ചമ്മന്തിപ്പൊട്ടിയുടെ കൂടെ മുട്ട പൊരിച്ചത് നല്ല രസമല്ലേ. വേറെ കറിയൊന്നും ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നതുകൊണ്ടാണ് അമ്മ പറയുന്നത് മുട്ട പൊരിച്ചു തരാന്നെ. വേറെ എന്ത് വെച്ചാലും ഇതുപോലെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ മുട്ടയൊന്നും അങ്ങനെ വേണമെന്നില്ല. ഞാൻ പൊരിച്ചില്ല, എനിക്ക് ചമ്മന്തിപ്പൊടി മാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾ ചുള്ളി വറക്കാൻ പോവാൻ പറ്റുന്നിട്ടില്ല. കഴിച്ചിട്ട് വേണം ചുള്ളി ഒടിക്കാൻ പോകാനും. ഞാന് ചുള്ളി ഒടിക്കാൻ പോണം. വിറവൊന്നുമില്ല. ഇപ്പം സ്കൂളിൽ ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് അവധിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെയും കൂടെ ഉള്ള അവധി. നാളെയും കൂടെ ഉള്ള അവധി. അപ്പം അവധിയുള്ള ദിവസങ്ങളിലാണ് ഞാൻ അടുപ്പത്തിട്ടാ ചോറ് വെക്കുന്നത്. അപ്പം ഇന്നും കൊണ്ട് ചുള്ളിയെല്ലാം തീർന്നു. അപ്പൊ ഇനി നാളത്തെ കണ്ട നല്ല ഒരു മഴക്കോള് മതി. 2 ദിവസം നല്ല കൂരാപ്പുണ്ട് കേട്ടോ. അമ്മ ഇന്നലെ ആണെങ്കിലേ കട പറയുവാണേ, ഞാൻ അമ്മമ്മോള് വന്നു എന്റെ കുട്ടിക്ക്. പക്ഷെ ആ അമ്മമ്മ പറഞ്ഞാൽ അച്ഛനോട്ടിട്ടാണ് അങ്ങോട്ട്. മഴയ്ക്ക് മുന്നേ ഒരു മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട്. അപ്പം ചുള്ളി ഓടിക്കാൻ പോണം. അപ്പം അവള് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വാ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പം പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ പരീക്ഷയ്ക്ക് ഒത്തിരി പഠിക്കാൻ വേണ്ടി ഞാൻ പൊട്ടം പോയി. നമ്മൾ ഇന്നിപ്പോ തോണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തോണ്ടല്ല, ചുള്ളി. നമുക്കിവിടെ മരങ്ങളൊന്നുമില്ലല്ലോ. തോണ്ടിൽ പോയി ചുള്ളി. മരങ്ങളേ ഇല്ല. പട്ടിക്കാട്ടില് താമസിക്കുക. മരങ്ങളേ ഇല്ലെന്ന് പറഞ്ഞപ്പോ കാണിച്ചു കൊടുത്തതാ പ്രകൃതി ഒന്ന്. അയ്യടാ, അവിടെ എന്തുവാടേ? അവിടെ സ്ത്രീ സെറ്റ് കിടന്നോണ്ടിരിക്കുക. അയ്യേ, ഞാൻ വരുന്നില്ല പൊക്കോ. അമ്മ കണ്ട എന്തോ അച്ചാപ്പന് പഴം കൊണ്ടുവന്നു. പഴം നമ്മുടെ വീട്ടിലെ കൊല പഴുത്തേ ഗൈസ്. അപ്പൊ അവർക്ക് കുറച്ച് പഴം കൂടെ കൊടുക്കാൻ കാണിച്ചോ. പഴം കാണിച്ചോ. പഴത്ര കാണാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ വീണ്ടും കൊല പഴുത്തു കേട്ടോ. അപ്പൊ അതില് കുറച്ച് നിങ്ങൾ ഫ്രണ്ടിൽ പോടേ. അവർക്ക് മഴ വരുന്നുണ്ട് കേട്ടോ. ആശി മൂടി പറ്റിയതിന് ശേഷം ഭയങ്കര കോമഡിയായിട്ട് എന്ത് പോയി ഫ്രണ്ടിൽ കിടന്നു മുറുമുറുക്കുന്നത്. എന്തൊരു കോമഡി. എന്തോ അമ്മയും
അവരെല്ലാം യാത്രയൊക്കെ വേണം. അമ്മതോടില്ല കാട്ടിലൊക്കെ കയറിപ്പോയി ചുള്ളി വറക്കുന്നു. ആ മരത്തിൽ നിന്ന് ഒടിച്ചിട്ടും എടുക്കുന്നു. എത്തോന്ന് കാണിക്കുന്നു. തറയിലൊന്നും കിടക്കുന്നത് പോരാ. എന്തോന്ന് നിക്കുന്നത്. ഞങ്ങള് വീഡിയോ എടുക്കുക. എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പഴാന്ന് പറയുന്നത് ചോദിക്കുന്നത് എന്ത് മേക്കപ്പ് ചെയ്യണം. ഇല്ല അമ്മ എന്തോന്നമ്മ കാണിക്കുന്നേ. തറയിലൊന്നും കിടക്കുന്ന പോരെ. ബിരിയാണി കഴിക്കാൻ പോണം. ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോണം. ബെസ്റ്റ്. അതിനകത്ത് വലിയൊരു കമ്പ് ഇരിപ്പുണ്ടേ. കമ്പ് തങ്ങി നിൽക്കുന്നത്. അങ്ങനെ അമ്മ പറഞ്ഞത് അവരുടെയാണ്. ഇതോ അവരുടെ മുറിച്ചപ്പോ അതിന് തങ്ങിയില്ലേ. പിന്നെ കാണാൻ ഓ വരക്ക. ഈ അമ്മ ചുള്ളി വറക്കാൻ വന്ന പിന്നെ വരക്ക എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അത് അവരുടെ മുറിച്ചപ്പം തങ്ങിയിരുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് അവിടെ ഇല്ലേ ഉണ്ട്. ഈ മഹാഗണി കണ്ട് കിട്ടിയപ്പോൾ ഉണ്ടോ? അശ്വിൻ ഇത് ഉറങ്ങുവാണോ അശ്വിൻ? ആശി എനിക്ക് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് തരും ഗൈസ്. ആശി ഭാവിയിൽ വലിയൊരു ക്യാമറ വുമൺ ആവട്ടെ. ചുള്ളി വറക്കാൻ വന്ന് അമ്മ ഇരിക്കുന്നുണ്ടോ ഗൈസ്? ചുള്ളി വറക്കുന്നതാണോ വന്നേന്ന്? ചുള്ളി വറക്കാനും വീട്ടിൽ നിന്ന് ഇവിടെ വരെ നടന്ന ക്ഷീണമൊന്നും മാറട്ടെ. അങ്ങനൊന്നും അല്ല. കാട്ടിയപ്പോ തപ്പിട്ടൊന്നും കിട്ടിയില്ല. അപ്പുറത്തെ അമ്മ ഒട്ടിച്ചിട്ട് നമ്മുടെ പറമ്പ്. എന്താ നമ്മുടെ പറമ്പ് ഒന്നും ഇല്ല ചുള്ളി വറക്കാൻ. താങ്കി വീട്ടിൽ പോ. എന്നെ ചുള്ളി ഒടിക്കാൻ സഹായിക്കാന്നും പറഞ്ഞ് വന്നിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂറും കൊണ്ട് ഇവിടെ ഇരുന്ന് വർത്താനം പറയാൻ ലച്ചു. ചുള്ളി ഒടിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്നിട്ട് ചുള്ളി പോയിട്ട് ഇവിടെ നിന്ന് ഒരു കമ്പ് പോലും എടുക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നാലും കഴിക്കാനൊക്കെ തൊള്ളു കണ്ടോ. ആത്തക്കായും ഒക്കെ തിന്ന് രസിച്ചങ്ങിരിക്കും. അത് കണ്ടോ. ആത്തക്കായും ഒക്കെ തിന്നുകൊണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുക. നീ വാടി ചുള്ളി ഒടിക്കാടി. നീ അത് ഓടിക്കാൻ വരുന്നത്? എനിക്ക് വേണ്ട. അമ്മ മൽപ്പെടുത്തോന്ന് ഉറങ്ങി ഗൈസ്. എന്താ പഠിക്കുന്ന ഞങ്ങൾ അമ്മ എടുത്ത കളി ഫൈനലി. കുറച്ച് ദിവസത്തേക്കായിട്ട് കുറച്ച് ഒത്തിരി നാളുകൊണ്ട് ഇരിഞ്ഞ് വീണ് അവിടെ തങ്ങിയിരിക്കുവായിരുന്നു കേട്ടോ. ഇന്നാളൊക്കെ വലിച്ചിലൊക്കെ വന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ വലിച്ചിട്ടത്. കുറച്ച് ദിവസമൊക്കെ ഉള്ള ചുള്ളിയായി. കറങ്ങാൻ പോവാമേ. കറങ്ങിക്കോടി അവിടെ ഞാനിതെല്ലാം ഒന്ന് ഒടിച്ചെടുക്കട്ടെ. അയ്യോ അത് ഇത്തിരി വലിയ പണിയല്ലേ? വലിയ പണിയാ. നീ മതി ആശ്മി. ഓടുണ്ട് നേരത്തെ ചുള്ളി അവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നു. ഈ ചുള്ളി പിടിക്കാൻ തന്നെ കത്താള്. കൊറേ ചുള്ളി ഇവിടെ വാരി ഇലയെല്ലാം കളഞ്ഞിട്ടിരുന്നു കേട്ടോ. വെട്ടി പിടിക്കാനായിട്ട്. ഇപ്പൊ വന്നപ്പോ ഇത്രേ ഉള്ളു. ആരൊക്കെയോ വാരിക്കൊണ്ടുപോയി. എന്ത് ചെയ്യാനെന്ന് പറ. ആരൊക്കെയോ വാരിക്കൊണ്ട് കേട്ടോ. കൊറേ ഉണ്ട്. നല്ലോണം ഉണങ്ങി കിടന്ന്. അത്രയും സ്ഥലമുണ്ട്. എന്റെ കാലിന്റെ വണ്ടേ കൊണ്ട് നിട്ടേക്കുന്നു. അങ്ങോട്ട് മാറിയില്ലേ? വീഡിയോ എടുക്കണം. ഞാൻ പോയേക്കാം. പിന്നെ ഇതൊക്കെ കൈ വെച്ച് കൊണ്ട് ഇടിക്കുന്നതല്ലേ ഉള്ളു. ആരോ എടുത്തോണ്ട് കേട്ടോ. ഇത്തിരി ഉണ്ടായിരുന്നു. മതി. ഇത്രയും പോരായോ അമ്മക്ക്? ഇത്രയും പോരാ പറഞ്ഞു. മറവില്ലാത്ത എത്ര ദിവസത്തേക്കുണ്ട്? 20 മാസത്തേക്കില്ല. ഒട്ടും ഇല്ലതേ ഉള്ളു. ഇതാരെടുക്കും? നമ്മളെല്ലാരും എടുത്തോണ്ട് പോവും. കൊറേച്ച പിന്നെ തള്ളി പറഞ്ഞാ മതി. തള്ളിപ്പോ പറഞ്ഞാ മതി. അശ്മി വലിയ കമ്പിട. ഞാൻ ഈ കൊച്ചു കമ്പെടുക്കാം. ഇതെടുക്കാം. ഏയ് എന്റെ അഭിമാനം ഇടിഞ്ഞു വരും. മതി. വാ ഇങ്ങോട്ട്.
അപ്പൊ ഗൈസ് കണ്ട അമ്മയാണെങ്കിൽ കുറെ ചുള്ളിയൊക്കെ പറക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. 3-4 ദിവസത്തേക്കുള്ളതായിട്ടുണ്ട്. അയ്യോ എനിക്ക് വയ്യ, എന്തൊരു ക്ഷീണമായത്. 3-4 ദിവസത്തേക്കുള്ള പിന്നെ വിറവായിട്ടുണ്ട്. എന്ത് പറയാന്നറിയോ, 3-5 ദിവസത്തേക്കുള്ള വീഡിയോ ആയിട്ടുണ്ട് എന്നാണ് പറയാൻ വന്നത്. എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എന്നെ സഹായിക്കാൻ വന്നത് ആഷ്മി മാത്രം കേട്ടോ. ഞാൻ നീ വന്നിട്ട് ഒരു കമ്പ് ചുള്ളി ആഷ്മിയാണ്. ഇത് ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ടുവന്നാണ്. 2 ചുള്ളി ആഷ്മിയാണ് എന്റെ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ആഷ്മിയാണ്. ഞാൻ പ്രശംസിച്ച്. ഇതാരാ നിക്കുന്നേ? അതെന്തിനാന്നറിയാവോ? ചുള്ളി പറക്കിയത് കുറച്ച് കഴിയുമ്പോ ബേക്കറി കൊണ്ടുപോകാനായിട്ട്. എനിക്ക് വലിയൊരു ജോലിയുണ്ട്. ഇവരെല്ലാരും ഇന്നലെ ഞാൻ കുളിപ്പിച്ചായിരുന്നേ. ഇന്നെല്ലാരും ഒന്ന് ചീപ്പണം, നല്ലോണം ഇന്ന് ചീപ്പണം. ഇന്ന് ചീപ്പി ഇവരുടെ ഈ കുഴപ്പമില്ല, വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന തലമുടി എനിക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ കൊണ്ടുപോയില്ല. എന്നെ കറങ്ങാൻ കൊണ്ടുപോകണം, എന്നെ കറങ്ങാൻ കൊണ്ടുപോകണം, എന്നെ കറങ്ങാൻ കൊണ്ടുപോകണമെന്ന്. അയ്യോ കേട്ടോ? സത്യം പറഞ്ഞ എന്തൊരു ക്ഷീണമായി പോയി. ഞാൻ ഇവരെ ഒന്ന് ചീപ്പട്ടാ മതി. ഇവര് ചീപ്പില്ലെങ്കിൽ ശരിയാവത്തില്ല. കടി കിട്ടി. മിക്കുന് എനിക്ക് ഇഷ്ടമല്ല, പന്ന കൊച്ച മിക്കു. മിക്കു ഭയങ്കര അരുത്തി കേട്ടോ മിക്കുവിന്. ഹലോ പിങ്കുമോനുണ്ട്, എന്റെ പിങ്കുമോൻ. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്റെ മടിയിലെ മിക്കു ഇരിക്കുന്നത് കേട്ടോ. മുതുക്കിയായിട്ട് ഇരിക്കുന്ന ഇരുത്ത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒട്ട് ഭയങ്കര അസൂയുള്ള ഒരു സാധനമാണ് ഈ റോക്കി കേട്ടോ. പെമ്പിളാരെ ഒന്നും ഞാൻ എടുക്കുന്നതോ തൊടുന്നതോ ഒന്നും അവന് ഇഷ്ടമല്ല. അവൻ അങ്ങ് 24 മണിക്കൂറും മസാജ് കൊടുക്കാവോ, അത് സന്തോഷം. എനിക്ക് ചൂടെടുക്കുന്നടാ. ഞാനിപ്പോ ഭയങ്കര അവൻ വാലിട്ട് ആട്ടി എനിക്ക് കറ്റരുവ. എന്തുവാടാ ഇത്? നീ നേരെ ഇത് കുടിച്ചിട്ടിരിക്കുന്നു. ഡാഡിയുടെ ചക്കരമോള് നിക്കുമ്പോൾ എന്റെ മടിയിലിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? വന്നിട്ടുണ്ട് വെകളി. ഇവിടെ ആകെ അയ്യോ ഇത് കണ്ടോ, ഇന്ന് കുളിക്കണം. ഞാനൊന്ന് ഇതാക്കണമെന്ന് വിചാരിച്ചേതാട്ടോ. കുളിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. നിറച്ചിതുണ്ട്. അപ്പൊ ഇവരെ ഓരോരുത്തരായിട്ട് ഞാനൊന്ന് ചീപ്പി ഇവരുടെ വേസ്റ്റ് കൂടിയൊക്കെ ഇന്ന് കളയട്ടെ. അപ്പൊ ഗൈസ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ആശയ എന്തേലും മനസ്സിൽ കാണുന്നത് അങ്ങനെ ഒന്നും സഹായിക്കാൻ വരത്തില്ല നമ്മെ. അങ്ങനെ ഞങ്ങൾ കണ്ട മലനടയിലെത്തിയ കോട്ടന്നെ മലനട ബേക്കറി പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു അമ്മ. അപ്പം അമ്മ അവസാനം സഹി കെട്ട് പോവാന്ന് വരെ പറഞ്ഞ് അതാണ്ട് കറങ്ങാൻ പോകണം അവൾക്ക് ഉടനെ. മിക്കവാറും ഞായറാഴ്ചകളിൽ ഞങ്ങൾ കറങ്ങാൻ പോകും. അപ്പൊ ഇന്ന് പോവാത്തതിന്റെ പ്രതിഷേധങ്ങളാണ് കുറച്ച് മുമ്പ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഇന്ന് മലനാട് പെണ്ണി തിരക്കല്ലേ അമ്മേ? വണ്ടികളൊക്കെ ഉണ്ട്. ആശ്മിയുടെ സ്വഭാവം കണ്ട് നമുക്ക് ആശ്മിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ എന്തേലും നിർദ്ദേശം ഇല്ലാതെ അവള് നിറം മാറുന്നു. ഐസ്ക്രീം കച്ചവടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലനാട് ക്ഷേത്രം ബ്ലറാണോ വീഡിയോ? അവര് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കാൻ വിചാരിച്ചു. ഇതുകൊണ്ട് വരുന്നു. ഫ്രീ ആണോ? നമ്മൾ തന്നെ തിരിച്ചു പോവാണ്. എപ്പം നമ്മൾ ആ കടയിൽ പോയാലും നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഇന്ന് നമുക്ക് കുറേ മെലഡി ഒന്ന് അവിടെ നിന്ന് കുറേ മെലഡിയിൽ 5 പണ്ട് മലനടയിൽ ഓഡിറ്റോറിയം പണി ഏകദേശം പകുതിയോളായി. അപ്പോൾ നമ്മൾ താണ്ട് എല്ലാം വാങ്ങിച്ച് ടീച്ചർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ മാം? അപ്പം അതിന്റെ നല്ലൊരു
സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഷെയറും കമന്റും ഒക്കെ ചെയ്ത് അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ പറ. ഫോളോ അല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരണ്ട് കിടക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.